ഫ്ലിക്കും പിള്ളേരും ലാലിഗയിലെ ആദ്യത്തെ മത്സരം തന്നെ ബാഴ്സലോണ 5 ഗോളിന്റെ വിജയമാണ് കരസ്ഥമാക്കിയത്. എൽച്ചയെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തകർത്തു വിട്ടു. റാഫീനിയുടെ 2 ഗോളുകൾ, ഫെർമി ലൂപ്പസിന്റെ 2 ഗോളുകൾ, ആൻഡ് ആഡേമിയുടെ ആ 1 ഗോള്, ആൻഡ് ഗോളെന്ന് ഉറപ്പിച്ച ആ ഒരു അവസരം ഗോർഡൻ ആ ഒരു അസിസ്റ്റ് നൽകിയതും കളിയിലെ മനോഹരമായ ഒരു കാഴ്ചയായി. ആൻഡ് റയൽ മാഡ്രിഡ് ആണെങ്കിൽ മറീഞ്ഞോയുടെ ആ ഒരു കംബാക്ക്, ലാലിഗയിലേക്കുള്ള തിരിച്ചു വരവ്, റയലിലേക്കുള്ള തിരിച്ചു വരവ് ഒരു ആഘോഷമാക്കി മാറ്റാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു 90-ാം മിനിറ്റിൽ ആ ഒരു വിജയ ഗോൾ നേടിക്കൊണ്ടായിരുന്നു എസ്പാന്യോളിനെ തകർത്തത്. 1-2 ഗോളുകൾക്കുള്ള ആ ഒരു വിജയം. എൻ്റെ അത്ലറ്റിക്കോയുടെ കാര്യത്തിൽ ആക്ച്വലി പറയാനുള്ളത്, പാവം ആ അൽവാരസിനെ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ആ ഒരു മാനേജ്മെന്റ്. ആ ഒരു താരത്തിന്റെ ബോഡി ലാംഗ്വേജും ആ ഒരു എക്സ്പ്രഷനും കണ്ടാൽ അറിയാം എത്രത്തോളം താല്പര്യത്തോടെയാണ് അയാൾ അവിടെ കളിക്കുന്നതെന്ന്. എൻ്റെ ആ ഒരു ഫാൻസ് അടക്കം ആ ഒരു പ്ലെയറെ ബൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇനി പ്രീമിയർ ലീഗിൽ ഞാൻ ഈ ഒരു ജേഴ്സി വാങ്ങി, ആദ്യമായിട്ട് ഒരു യുണൈറ്റഡിന്റെ ജേഴ്സി വാങ്ങിയതാണ്. ആ ഒരു പ്രീമിയർ ലീഗിലെ ഫസ്റ്റ് മാച്ചിൽ തന്നെ യുണൈറ്റഡ് പോയി തോക്കുകയും ചെയ്തു. സോ ഏതായാലും ഈ ഒരു ബാഴ്സയെ എന്തായാലും എല്ലാവരും ഒന്ന് പേടിക്കണം. കാരണം ഇന്നലെ ഇറങ്ങിയത് ആ ഒരു ഫസ്റ്റ് 11 പോലും അല്ല. റോഡ്രി അടക്കമുള്ള പല ഇമ്പോർട്ടൻറ്റ് താരങ്ങളും ഇനിയും ആ ഒരു ഫസ്റ്റ് 11ലേക്ക് എത്താനുണ്ട്. സോ ആ ഒരു ടീമിന് ഈ ഒരു പെർഫോമൻസ് എടുക്കാനായിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന മാച്ചുകളിൽ എന്തായാലും ബാഴ്സലോണ ഒരു രക്ഷയുമില്ലാത്ത പെർഫോമൻസ് തന്നെ ആയിരിക്കും.